Hello, this is Vijita Anish and class RM trainers at Athena Coaching Center. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. NCLEX RN എക്സാംസിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കാം. A client diagnosed with acute post-infectious glomerulonephritis. The client is most risk for. So the question here is, client is diagnosed with acute post-infectious glomerulonephritis. കഴിഞ്ഞ വീഡിയോയിൽ അക്യൂട്ട് പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലോനെഫ്രൈറ്റിസിനെ കുറിച്ചും അതിൻ്റെ പത്തോഫിസിയോളജിയെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ആ ക്ലാസ് വാച്ച് ചെയ്തിട്ടില്ലാത്തവർ എന്ത് ചെയ്യണം? ആ ക്ലാസ് ഒന്ന് വാച്ച് ചെയ്യണം. ഓക്കെ, എന്നിരുന്നാലും ഞാൻ ഇതിനകത്ത് പറയാൻ ശ്രമിക്കാം. അക്യൂട്ട് പോസ്റ്റ് ഇൻഫെക്ഷ്യസ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത് സഡൻ ഓൺസെറ്റിൽ ഉണ്ടാകുന്ന പോസ്റ്റ് ഇൻഫെക്ഷ്യസ് ദർ വിൽ ബി സം ഓർഗാനിസം, റൈറ്റ്? ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ബാക്ടീരിയോ അല്ലെങ്കിൽ വൈറസോ ഉണ്ടാകും. അപ്പം ഇവിടെ ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ. സോ ഐ വുഡ് ലൈക്ക് ടു റൈറ്റ് സ്ട്രെപ്റ്റ്. ഫൈൻ. സോ ഒരു സ്ട്രെപ്റ്റ് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെപ്റ്റ് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ഉണ്ടാവും. വാട്ട് ഈസ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ glomeruli. Okay, so inflammation of glomerulus in the nephron. Okay, glomeruli എന്ന് പറയുന്നത് നെഫ്രോണിലെ കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോണിലെ ബോമൻസ് ക്യാപ്സ്യൂളിനകത്തുള്ള ചെറിയ ബ്ലഡ് വെസൽസ് ആൻഡ് ക്യാപ്പിലറീസിന് പറയുന്ന പേരാണ് ഗ്ലോമറുലൈ. ഓക്കെ, അപ്പോൾ ആ ഗ്ലോമറുലൈക്ക് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ എന്തുകൊണ്ട്? ഒരു സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് കൊണ്ട്. സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് കൊണ്ട് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ഉണ്ടാകുമ്പോൾ യൂഷ്വലി സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൻ ലീഷൻസോ ആയിരിക്കാം. ഓക്കെ, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിന് ഒന്നുമില്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും ആ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു സ്കിൻ ലീഷൻ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പേഷ്യൻറ്റിന് അക്യൂട്ട് പോസ്റ്റ് ഇൻഫെക്ഷ്യസ് എന്ന് പറയുന്നത് ഏതൊരു ഒരു പേഷ്യൻറ്റിന് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സ്കിൻ ലീഷൻസോ ഉണ്ടായി അതൊരു പക്ഷേ കൺട്രോൾഡ് ആയതിനു ശേഷം ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിനെയാണ് അക്യൂട്ട് പോസ്റ്റ് ഇൻഫെക്ഷ്യസ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സ്ട്രെപ്റ്റ് ഇൻഫെക്ഷൻ. സ്ട്രെപ്റ്റ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം the initial sign of this condition will be upper respiratory infections or upper respiratory tract infection. And the question is, the client is most risk for. So acute post infectious glomerulonephritis ഉള്ള പേഷ്യൻസിന് ഈ പറഞ്ഞിരിക്കുന്ന 5 കണ്ടീഷനിൽ ഏത് കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഗ്ലോമറുലോനെഫ്രൈറ്റിസ് വരുമ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഇതിനകത്ത് വരാം. ഓക്കെ, സോ യു ഹാവ് ടു സെലക്ട് 2 ആൻസർ ഫ്രം ദിസ്. ഓക്കെ, ഇതിനകത്ത് 2 ആൻസർ ആണുള്ളത്. ആ 2 ആൻസർ ആണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ പോസ്റ്റ് ഇൻഫെക്ഷ്യസ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ഉണ്ടാവുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്ത് വരുന്നു? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയും. ഓക്കെ, ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് റീറ്റൻഷൻ ഉണ്ടാവും. ഫ്ലൂയിഡ് റീറ്റൻഷൻ ഉണ്ടാകുമ്പോൾ ബോഡി ഫുൾ എഡിമ ഉണ്ടാവും. ഫേഷ്യൽ എഡിമ, പെരിയോർബിറ്റൽ എഡിമ, ഡിജിറ്റൽ എഡിമ ആൻഡ് പൾമണറി എഡിമ. ഓക്കെ, സോ ഇതാണ് എഡിമ കൊണ്ടുണ്ടാവുന്നത്. ഈ എഡിമ ബേസിക്കലി ഉണ്ടാവാനുള്ള ഒരു റീസൺ സോഡിയം റിറ്റൻഷൻ ആണ്. കാരണം ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുമ്പോൾ കിഡ്നിയുടെ ഗ്ലോമറുലാർ ഫങ്ഷൻ കുറയുകയും അത് ഓട്ടോമാറ്റിക്കലി സോഡിയം റിറ്റൻഷൻസിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സോഡിയം റിറ്റൻഷൻ ഉണ്ടാവും. അത് കൂടാതെ ഫ്ലൂയിഡ് റിറ്റൻഷനും കൂടെ ഉണ്ടാവും. സോഡിയം റിറ്റൻഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഫ്ലൂയിഡ് റിറ്റൻഷൻ ഉണ്ടാവും. അങ്ങനെ എഡിമ ഉണ്ടാവുന്നു, പൾമണറി എഡിമ ഉണ്ടാവുന്നു. ക്ലിയർ? ഫ്ലൂയിഡും സോഡിയവും റീറ്റൈൻഡ് ആയാൽ BP എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും, അല്ലേ? അപ്പോൾ BP കൂടുമ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു. ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് ഹൈപ്പർടെൻസീവ് ക്രൈസിസ്. ഹൈപ്പർ ടെൻഷൻ കൂടുന്നു, എന്നിട്ട് ഹൈപ്പർടെൻസീവ് ക്രൈസിസിലേക്ക് ലീഡ് ആവുന്നു. ഓക്കെ,
ഈ ഹൈപ്പർടെൻസീവ് ക്രൈസിസ് ഗ്രാജുവലി നമ്മുടെ സെറിബ്രൽ ഏരിയയിലുള്ള ബ്ലഡ് സപ്ലൈ കുറയ്ക്കും. ബിക്കോസ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ട് ആവുകയാണ്. അപ്പോൾ ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ട് ആവുമ്പോൾ സെറിബ്രൽ ബ്ലഡ് ഫ്ലോ ഡിക്രീസ്ഡ് ആയി സെറിബ്രൽ എഡിമയിലേക്ക് ലീഡ് ആവാം. ഓക്കെ, അങ്ങനെ അത് ന്യൂറോപ്പതിയിലേക്കും ഹൈപ്പർടെൻസീവ് ന്യൂറോ ക്രൈസിസ് അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് ന്യൂറോപ്പതിയിലേക്ക് എത്താം. ഓക്കെ, അങ്ങനെ ഹൈപ്പർടെൻസീവ് ന്യൂറോ ക്രൈസിസിലേക്ക് പോകുമ്പോൾ പേഷ്യൻറ്റിന് സെറിബ്രൽ എഡിമ ഉണ്ടാവാം, പേഷ്യൻറ്റിന് സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക് ഉണ്ടാവാം, ലേറ്റർ ഓൺ അത് റെക്ടൈനോപ്പതിയിലേക്കും ലീഡ് ആവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് എടുക്കാം എന്തൊക്കെ വേണ്ട എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഹെമറേജിക് സിസ്റ്റൈറ്റിസ്. ഇവിടെ ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിന് ഹെമറേജിക് സിസ്റ്റൈറ്റിസ് വരാനുള്ള ചാൻസ് കുറവാണ്. ഹെമറേജിക് സിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ആൻഡ് സിസ്റ്റൈറ്റിസ്, അതായത് ബ്ലാഡറിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ. ഇത് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് കുറയുന്നുണ്ട്. ഇവിടെ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റിയോ അല്ലെങ്കിൽ യൂറിനറി സിസ്റ്റത്തിൽ ഒരു ഇൻഫ്ലമേഷനോ അല്ല ഉണ്ടാവുന്നത്. ഇത് ബേസിക് നെഫ്രോണിന്റെ ഫങ്ഷൻ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് കളയാം. അടുത്തത് പൈലോനെഫ്രൈറ്റിസ്. പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ റീനൽ പെൽവിസിനുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സിസ്റ്റൈറ്റിസോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ പൈലോനെഫ്രൈറ്റിസിലേക്ക് എത്താം. പക്ഷേ ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ബ്ലഡ് വെസലിനുണ്ടാവുന്ന ഡാമേജും ബ്ലഡ് വെസലിനുണ്ടാവുന്ന ഇൻഫ്ലമേഷനും എറിത്രോസൈറ്റിക് ഇൻഫിൽട്രേഷൻ ഉണ്ടാവുകയും ബ്ലഡ് വെസൽസിന് സ്പാസം ഉണ്ടായി, ഇൻഫ്ലമേഷൻ ഉണ്ടായി, സ്വെല്ലിംഗ് ഉണ്ടായി, അങ്ങനെ വരുന്ന പ്രോബ്ലം ഒരിക്കലും യൂറിനറി ട്രാക്കിന് ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് പൈലോനെഫ്രൈറ്റിസ് കളയാം. പൾമണറി എഡിമ, ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്ലൂയിഡ് റിറ്റൻഷൻ വരുമ്പോൾ ഓൾ ഓവർ ബോഡി ഫ്ലൂയിഡ് റിറ്റൻഷൻ വരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ലേറ്റർ ഓൺ പൾമണറി എഡിമ ഉണ്ടാവാം. ഓക്കെ, പോർട്ടൽ ഹൈപ്പർടെൻഷൻ. പോർട്ടൽ ഹൈപ്പർടെൻഷൻ യൂഷ്വലി സെറോസിസ് ഓഫ് ലിവറിലോ അല്ലെങ്കിൽ ലിവർ ഹെപ്പറ്റോമെഗാലി പോലെയുള്ള കണ്ടീഷൻസിൽ ആണ് പോർട്ടൽ ഹൈപ്പർടെൻഷൻ ഉണ്ടാകുന്നത്. സോ നമുക്ക് ധൈര്യത്തോടെ കളയാം. ഓക്കെ, അടുത്തത് ഹൈപ്പർ ടെൻഷൻ അൺകൺട്രോൾഡ് ആയി കഴിയുമ്പം ഒരു പക്ഷേ നമുക്ക് സെറിബ്രൽ എഡിമയും കാണാം. ഓക്കെ, അപ്പം ഇവിടെ വരാവുന്ന കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ പേഷ്യൻറ്റിന് റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പൾമണറി എഡിമ ആൻഡ് സെറിബ്രൽ എഡിമ. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ഹൈപ്പർ ടെൻഷൻ കൊണ്ട് സെറിബ്രൽ എഡിമയും അതുപോലെ തന്നെ ഫ്ലൂയിഡ് റിറ്റൻഷൻ കൊണ്ട് യൂറിൻ്റെ അളവ് കുറയുന്നു, ഫ്ലൂയിഡ് ബോഡിയിൽ റിറ്റൻഷൻ ആവുന്നു, അങ്ങനെ പൾമണറി എഡിമയും വരാം. ഓക്കെ, അപ്പം അക്യൂട്ട് പോസ്റ്റ് ഇൻഫെക്ഷസ് ഗ്ലോമറുലോനെഫ്രൈറ്റിസിൽ വരുന്ന രണ്ട് കോംപ്ലിക്കേഷൻ ആണ് പൾമണറി എഡിമ ആൻഡ് സെറിബ്രൽ എഡിമ. Okay, so thank you for watching. God bless you all.